2025 കാലെടുത്ത് വെക്കുമ്പോൾ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ആദ്യത്തെ കാര്യം തന്നെ പുതുതായി എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ ഞാൻ 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ അറബി കാലിഗ്രഫി പഠിച്ചെടുത്തു. അതിനു മുന്നേ മദ്രസയിൽ പഠിക്കുമ്പോൾ അറബി എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഒരു തവണ പോലും ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2025 ഞാൻ ആ ഒരു കാര്യം പഠിച്ചെടുത്തു. ജനുവരി ആണല്ലോ തുടക്കം. ഡിസംബർ കഴിഞ്ഞുപാടെ ജനുവരിയിലൊക്കെ നമ്മുടെ ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഉമ്മാന്റെ കാല് സ്ലിപ്പായിട്ട് കെട്ടിയിട്ട് കിടപ്പിലായിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ നേരം കൊണ്ട് വീട്ടിലെ പണികളും പുറത്തെ കൃഷികളൊക്കെ നോക്കാനൊക്കെ ഞാൻ ഒരുവിധം പഠിച്ചെടുത്തു. പിന്നെ റമദാനായി, നോമ്പിങ്ങെത്തി. ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും കഴിപ്പിക്കുവാനും ഞാൻ ഇത്തവണ പഠിച്ചു. വിവിധ തരം ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാനും ഈ 2025 ഞാൻ പഠിച്ചത്. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും ധാന്ന് പറഞ്ഞ് 10-30 നോമ്പ് അങ്ങോട്ട് തീർന്നു. പിന്നെ പെരുന്നാളിന്റെ തലേ രാത്രി ഇറച്ചി വാങ്ങാൻ പോക്കും, പച്ചക്കറി വാങ്ങാൻ പോക്കും, പലചരക്ക് വാങ്ങാനുണ്ട്. സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് അനിയനും ഉപ്പിയാണെങ്കിൽ ഇത്തവണ എല്ലാം ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ഷോപ്പ് കൊടുത്ത് ഡ്രസ്സ് മേടിക്കാൻ പോണം, നെവിന്റെ മുടി കൊണ്ടേ വെട്ടിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാലോ നമ്മുടെ അയൽവാസികളും പിന്നെ വീട്ടിൽ തന്നെയായിട്ട് എല്ലാവരും മൈലാഞ്ചിടാൻ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഏതൊരു പരിപാടിക്കും മൈലാഞ്ചിട്ടെടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, കാരണം കുറെ നേരം ഇരിക്കണ്ടേ. പക്ഷെ പെരുന്നാളിന് കൈ നീട്ടി വരുന്ന ആരും ഞാൻ നിരാശപ്പെടുത്തലില്ല. അന്നായിരിക്കുമല്ലോ നമ്മുടെ അവസാനത്തെ നോമ്പുതറ ഉണ്ടാവുക. പെരുന്നാൾക്ക് ഈ മൈലാഞ്ചി ഇടുന്നതും ഇട്ട് കൊടുക്കുന്നതും അതിന്റെ സ്മെല്ലും ഒക്കെ ഒരു പ്രത്യേക വികാരമാണ്. എല്ലാ തവണത്തെയും പോലെ സക്കാത്തിന്റെ അരി കൊടുക്കലും പിന്നെ നമ്മുടെ മൈലാഞ്ചിടലും ഭക്ഷണം കഴിക്കലൊക്കെ ആയിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം തീരും. പിന്നെ പിറ്റേ ദിവസം പെരുന്നാളാകും. കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് വീട്ടിൽ വരും. പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ചുവന്ന മൈലാഞ്ചിയൊക്കെ പിടിച്ച് തറവാട്ടിൽ പോയിട്ടും വീട്ടുകാരെ കണ്ടിട്ടും നല്ല അടിപൊളി ദമ്മിട്ട ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ള പെരുന്നാള് അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ എന്റെ PGയിലെ 1.5 വർഷത്തിന്റെ പഠനത്തിന് ശേഷം ഫൈനൽ സെമസ്റ്ററിലെ പ്രൊജക്റ്റും വന്നെത്തി. ഒത്തിരി നാളുകൾക്ക് ശേഷം അന്നായിരുന്നു പിന്നീട് ഫ്രണ്ട്സിനെ കണ്ടത്. അന്ന് ഒരുപാട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് വിഷമവും, ബിക്കോസ് ഇതായിരുന്നു എന്റെ ഫൈനൽ ഡേ. പ്രൊജക്റ്റിനെ പറ്റി അന്നും ഇന്നും എന്നും പറയുമ്പോൾ നെഞ്ചിലൊരു കാളലാണ്. പ്രൊജക്ട് റൺ ചെയ്ത് നോക്കലും ഇംപ്ലിമെന്റേഷനും വൈവയ്ക്ക് വേണ്ടിയുള്ള പഠിത്തവും അതിനുവേണ്ടി ക്യൂ നിൽക്കലും എല്ലാം കൂടിയുള്ള ടെൻഷനും. പക്ഷെ അന്നതൊരു ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇന്നത് രസമുള്ളൊരു ഓർമ്മയാട്ടോ. അങ്ങനെ എൻ്റെ കോളേജിലെ അവസാന ദിവസം അന്നായിരുന്നു. എല്ലാവരും ഒത്തിരി നേരം സംസാരിച്ചും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ആ ഒരു 2 വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചും ടാറ്റ ബൈ ബൈ പറഞ്ഞു തീർന്ന ദിവസം. 2025 സന്തോഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സങ്കടം ഇതായിരുന്നു കേട്ടോ. എന്താ പറയാ, ഫ്രണ്ട്സിനെയും കോളേജും ടീച്ചേഴ്സിനും ഒക്കെ വിട്ടിട്ട് പോവാ. പിന്നെ ഇപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് അധികം പഠിക്കൊന്നുമില്ലല്ലോ. കല്യാണം, ജോലി, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലോട്ട് പോവല്ലേ, അതൊക്കെ ഒരു സങ്കടം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. പഠിച്ചോൻ കണ്ടറിഞ്ഞ് വരക്കാനും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു ചെറിയ കഴിവ് വന്നിക്കണല്ലോ. അതുകൊണ്ട് ഗിഫ്റ്റ് ഹാമ്പർ, ഫ്രെയിം വർക്ക്, ഡ്രോയിങ് ഫ്രെയിം വർക്ക്, മെഹന്തി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ രീതിയിൽ ഒരു ഓൺലൈൻ ബിസിനസ് ഞാനും എൻ്റെ കസിനും കൂടി സ്റ്റാർട്ട് ചെയ്തു. കയ്യിലുണ്ടായിരുന്ന 10-100 കൂട്ടി വെച്ച് അതിന് വേണ്ട ബേസിക് സാധനങ്ങൾ എടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 2025 ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള മറ്റൊരു നല്ല കാര്യം അതായിരുന്നു. പറയത്തക്ക ഒരുപാട് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ വരുമാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലും എനിക്കുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവുകൾ ഒരുപാട് എക്സ്പോസ് ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഞാനും നവറക്കുട്ടിയും ഒരുപാട് ചാലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഫണ്ണി വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച്, ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച്, മെമ്മറി ടെസ്റ്റ് ചാലഞ്ച്, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ചാലഞ്ചുകൾ. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതുവഴി 2025 എൻ്റെ ചാനലിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ എടുത്ത വേറൊരു തീരുമാനമായിരുന്നു എൻ്റെ അടുത്ത് ഉള്ള കഴിവുകളെ ഞാൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അതിൽ ഞാൻ വിചാരിച്ച എല്ലാം ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഡ്രോയിങ്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് 2 ഇയേഴ്സിന് ശേഷം എൻ്റെ UGയിലെ ഗ്രാജുവേഷൻ ഡേ, 2 വർഷത്തിന് ശേഷം എൻ്റെ പഴയ ഫ്രണ്ട്സിനെ ഒക്കെ എനിക്ക് കാണാൻ പറ്റി. അത് എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ഗ്രാജുവേഷൻ ഡേന്റെ കോട്ട് ഉണ്ടല്ലോ, കാണാനൊരു ലുക്കില്ലെങ്കിലും അത് ഇടുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രൗഡ് ഫീൽ വരും. അതായത് 3 വർഷത്തിന്റെ ഇടയിലുള്ള റെക്കോർഡും എക്സാമും സെമിനാറും അസൈൻമെന്റും പ്രൊജക്റ്റും ലീവും അങ്ങനെ എല്ലാം വരും. ഇതൊക്കെ താണ്ടി ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുകയാണല്ലോ. അതും ഞാൻ എന്റെ ഉമ്മച്ചിനെ കൂട്ടിയിട്ടായിരുന്നു പോയിന്നത്. ഉമ്മച്ചിക്കും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ 2025 ഞാൻ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഒരുപാട് ഫിയർ ഉണ്ട്. അതായത് പക്ഷീനെ പേടിയാ, പുഴുവിനെ പേടിയാ, പല്ലീനെ പേടിയാ, ഹൈറ്റ് പേടിയാ, വെള്ളം പേടിയാ, കാറ്റ് പേടിയാ,
എല്ലാം പേടിയ ചുരുക്കത്ത് പറഞ്ഞു. പേടികളൊന്നും മാറിയിട്ടില്ല. പക്ഷെ 2025 മാറ്റം എന്ന് പറഞ്ഞാല് പേടികളെയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ ഈ പേടികളെല്ലാം മാറ്റിയെടുക്കും. പക്ഷെ ഇതിലെടുത്ത് പറയേണ്ടത് ഇതൊന്നും അല്ല. ഈ 2025 ഞാൻ കൂടുതൽ തവണ ട്രിപ്പ് പോയതും സമയം ചെലവഴിച്ചതും ഒക്കെ എന്റെ മൂത്താപ്പാന്റെയും മൂത്തമ്മാന്റെയും കൂടിയാ. ഒപ്പം എന്റെ ഫ്രണ്ട്സുകളും ഉണ്ട് എന്ന് പറയാം. ഇതെടുത്ത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തമ്മാനെയും മൂത്താപ്പാനെയും എനിക്ക് അധികം കിട്ടാറേ ഇല്ല. അവർക്ക് ഈ ജോലി തിരക്കുള്ളത് കാരണം. അത് കുഞ്ഞുനാളിലും ആയിക്കോട്ടെ വലുതായപ്പോഴും ആയിക്കോട്ടെ. പക്ഷെ 2025 ഞാൻ കൂടുതൽ അടുത്തതും കൂടുതൽ സമയം ചെലവഴിച്ചതും ട്രിപ്പ് പോയതും എല്ലാം മൂത്തമ്മാന്റെയും മൂത്താപ്പാന്റെയും കൂടിയായിരുന്നു. അക്കാര്യത്തിലും ഞാൻ 2025 ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ വർഷത്തിലെടുത്ത ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തീരുമാനമാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഗാർഡൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. ചെടികളോടുള്ള ഉമ്മാന്റെ പ്രാർത്ഥനയെ പറ്റി ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഞാനും ഉമ്മയും ഉപ്പയും കൂടി നമ്മുടെ അമ്പലവയലുള്ള ഫാമിൽ പോയിട്ട് ഒത്തിരി ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതായത് 2024 റെസൊല്യൂഷൻ കായ്ഫലം തരുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നായിരുന്നു. അത് അത്യാവശ്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മരങ്ങളൊക്കെ അത്യാവശ്യം വലുതായി നമുക്ക് കായ്ഫലങ്ങളൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ മരച്ചെടികളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഓൺലി പൂച്ചെടികൾ മാത്രമാണ് വാങ്ങിയത്. നമ്മുടെ ഗാർഡൻ ഒക്കെ പുരോഗമിച്ചു വരുന്നുണ്ട്. 2026 കഴിയുമ്പോഴേക്കും നല്ലൊരു ഗാർഡൻ നമ്മുടെ വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്യും. അപ്പോഴേക്കും നൗറാന്റെ ആനുവൽ ഡേ ഇങ്ങ് വന്നെത്തി. കോളേജ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആനുവൽ ഡേ ഒക്കെ ഇത്തവണ ലാവിഷായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിനിടയിലായിരുന്നു നമ്മുടെ വയനാട്ടിലെ അമ്പലവയലുള്ള ഫേമസ് പൂപ്പലിയുടെ തുടക്കം. എല്ലാ തവണയും ഞാൻ കാണാൻ പോവാറുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെയോ ഫാമിലി ആയിട്ടോ കസിൻസ് ആയിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ. പക്ഷെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഞാനും നൗറയും മാത്രം സിസ്റ്റേഴ്സ് ഔട്ടിങ് ആ ഒരു ലെവൽ പിടിച്ചതാ. പൂപ്പലിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പൂക്കൾ മാത്രമാണ്. പൂക്കൾ വെച്ചിട്ടുള്ള വിവിധ തരം ഐറ്റംസ്. കഴിഞ്ഞ തവണത്തേനേക്കാളും ഇത്തവണ അത്ര കൊള്ളില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ തവണത്തേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇത്തവണത്തേതായിരുന്നു. അങ്ങനെ 2025 ഫ്ലവർ ഷോയും മുടങ്ങാതെ നമ്മൾ കണ്ടു തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നെറ്റ് എക്സാമിന്റെ തുടക്കം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള മീനങ്ങാടിയിലെ പോളിടെക്നിക് കോളേജിലായിരുന്നു. ചെറിയ വേരിയേഷനിൽ പൊട്ടി. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു പകുതി വർഷം കഴിഞ്ഞപ്പോ അതായത് ജൂൺ മാസം ആയപ്പോഴേക്കും എനിക്ക് 23 വയസ്സായി മക്കളെ. എന്നെ കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കുക 19 ആണോ 20 ആണോ വയസ്സ് എന്നാ. പക്ഷെ 19 20 ഒന്നല്ല, 23 വയസ്സായിട്ടുണ്ട് കേട്ടോ. 2024 വരെ ഒരു പരിപാടി നമ്മുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ 2025 ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറികളും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടില്. എന്താണെന്നറിയില്ല, പക്ഷെ ഈ വർഷം ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട്. എന്റെ 18ാം വയസ്സിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു നെവീദു. അതായത് ഞങ്ങളുടെ രണ്ടാളുടെയും ബർത്ത്ഡേ വരുന്നത് ജൂൺ മാസത്തിലാണ്. വലിയ വേരിയേഷൻ ഒന്നുമില്ല. എന്റേത് 15-നാണെങ്കിൽ അവന്റെ 29-ന്. സോ എനിക്ക് 23 വയസ്സായപ്പോ വല്ലാണ്ട് വൈകാതെ അവനും 5 വയസ്സായി. ബർത്ത്ഡേ കഴിഞ്ഞ് സന്തോഷം മാറുമ്പോഴേക്കും ജൂലൈ ആയപ്പോ ഉപ്പാന്റെയും ഉമ്മാന്റെയും 25th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അടിയും പിടിയും എണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് 25 കൊല്ലം രണ്ടുപേരും ഒത്തൊരുമിച്ച് ജീവിച്ചല്ലോ. ഇതുവരെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചില്ലെങ്കിലും ഇത് ആഘോഷിക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ തന്നെ പണിയെടുത്തുണ്ടാക്കിയ പൈസക്ക് ഒത്തിരി ഗിഫ്റ്റും പിന്നെ എന്റെ കൈ കൊണ്ട് തന്നെ വരച്ചുണ്ടാക്കിയ ഒരു ഡ്രോയിങ് ഫ്രെയിമും കേക്കും ഡെക്കറേഷനൊക്കെ ആയിട്ട് അങ്ങ് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കുട്ടിക്കാലത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ 2 ഈ ഒരു ദിവസം സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഞാൻ വരച്ച് വലിയ ആളാകുമ്പോൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫോട്ടോ സ്വന്തമായിട്ട് വരക്കണം. 2, എന്റെ പൈസ കൊണ്ട് അവരുടെ വെഡിങ് ആനിവേഴ്സറി നടത്തണം. രണ്ടും അങ്ങ് നടന്നു കിട്ടി. പിന്നെ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്ത സ്ഥിതിക്ക് ഉപ്പാന്റെയും ഉമ്മാന്റെയും വകയായിട്ട് ഞങ്ങളെ പുറത്തു കൊണ്ടുപോയി ഫുഡും വാങ്ങിച്ചു തന്നിട്ട് ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് തീർന്നു. പിന്നെ ഇയാളെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇയാൾ എന്റെ കൂടെയുള്ള ആളല്ലേ. ആര്? എന്റെ ഇൻസുമ്മ. ആള് കല്യാണം കഴിഞ്ഞതോടുകൂടി ഭയങ്കര ബിസി ഗേൾ ആയിക്കണ്. വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. 2025 എടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 5 വട്ടൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ 2024 നോക്കി 24 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ചെറിയൊരു വിഷമമുള്ള കാര്യം അത് മാത്രമായിരുന്നു. വിഷമല്ല, ഒരു മിക്സ്ഡ് ഇമോഷനാണ്. കാരണം ഓള് നല്ല ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന സമയത്തൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ സങ്കടം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും മൂത്തമ്മയും മൂത്താപ്പയും കൂടി ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു ഫോറസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പ് അങ്ങോട്ട് പിടിച്ചു. അതായത് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള മുത്തങ്ങയിൽ പോയി ഞങ്ങൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു സവാരി എന്നൊക്കെ പറയില്ല, അങ്ങനെ പോയി ഞങ്ങൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ മോസ്റ്റ്ലി ട്രിപ്പും യാത്രയൊക്കെ മൂത്തമ്മാൻ്റെയും മൂത്താപ്പാൻ്റെയും കൂടെയായിരുന്നു. പോയതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഹാപ്പി തന്നെയായിരുന്നു. എല്ലാ തവണയും ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെയല്ലേ പോക്ക്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു പോക്ക് മൂത്തമ്മാൻ്റെയും മൂത്താപ്പാൻ്റെയും കൂടെ ആയപ്പം അത് വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോക്കിന് നമ്മൾ രണ്ടാമത്തെ നെറ്റ് എക്സാം
എക്സാമിന്റെ ടൈം അടുത്തു തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതോ അങ്ങ് ട്രിവാൻഡ്രത്ത്. കഴിഞ്ഞ തവണ വയനാട്ടിലെ വീടിന് അടുത്ത് തന്നെ ഉള്ളൊരു കോളേജിലായിരുന്നു കിട്ടിയത്. പക്ഷെ ഇത്തവണ വീട്ടിൽ നിന്നും എത്രയോ ദൂരത്തോട്ടാ കിട്ടി. പോണോന്ന് ഞാൻ ഉപ്പാനോട് ചോദിച്ചു. ഉപ്പ പറഞ്ഞു പോയി എഴുതാം, പോയിട്ട് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രിപ്പ് മൂഡ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് ട്രിവാൻഡ്രത്തോട്ട് വിട്ടു. ഞാൻ എൻ്റെ 2ാം വയസ്സിലെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ലോങ് ആയിട്ട് പിന്നെ ഇപ്പോഴായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. സോ 2025 ഞാൻ എന്ത് ചെയ്തു, ട്രെയിൻ യാത്രയും കൂടി എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. ബിക്കോസ് ഒരു 10 മണിക്കൂറോളം ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു. അത് ഇരുന്നു നിന്നു നടു ഒടിഞ്ഞു എന്നൊക്കെ പറയാം. ട്രിവാൻഡ്രം വരെ പോയി അവിടെ ഉള്ള ഉപ്പാന്റെ പരിചയക്കാരെയൊക്കെ കണ്ടു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ അവരെ പോയി കാണാറുള്ളൂ, അല്ലാതെ നമ്മൾ അവരെ കാണാനായിട്ട് ഇത്രയും ലോങ് ഒന്നും പോവില്ലല്ലോ. ട്രിവാൻഡ്രം സിറ്റി കണ്ടു, അവിടെയുള്ള ആളുകള്, അവിടുത്തെ ലാംഗ്വേജ്, കാലാവസ്ഥ, അങ്ങനെ ട്രിവാൻഡ്രം കൂടിയും ഈ 2025 ഞാനങ്ങ് ചുറ്റിപ്പോന്നു. അവിടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു നമുക്ക് സെന്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോയി എഴുതി. ഇത്തവണയും ജസ്റ്റ് ഒരു വേരിയേഷനിൽ കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, 2026 ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്യും. ചിലപ്പോ എന്റെ ഭാഗ്യരേഖ അവിടെയാണ് കിടക്കുന്നതെങ്കിലോ. അപ്പോഴേക്കുതാ നബിദിനം ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. മുൻപുള്ള വർഷത്തിലെ നബിദിനങ്ങളൊന്നും എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്ലാസ്സോ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് പോവാൻ പറ്റാറില്ലായിരുന്നു. പക്ഷെ 2022 നബിദിനവും ആനുവൽ ഡേയും കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് എനിക്ക് എല്ലാ പരിപാടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെയൊക്കെ രസവും എല്ലാം ഞാൻ ഈ വർഷമാണ് അറിയുന്നത്. ഇതുവരെ 5ാം വയസ്സിൽ പഠിക്കാൻ പോയിട്ട് 23 വയസ്സ് വരെ പഠിച്ചുകൊണ്ട് നിൽക്കല്ലേനോ. ഒന്ന് ഫ്രീ ആയി. അതിന്റെ ഇടയിലായിരുന്നു എന്റെ ഒരു മാമന്റെ കല്യാണം ഫിക്സ് ആയത്. കുറെ മാമന്മാരുണ്ടേ, എല്ലാരും ഒന്ന് കെട്ടിയിട്ട് വേണം എനിക്കൊക്കെ ഒന്ന് കെട്ടാൻ. അല്ല പിന്നെ വിചാരിക്കാത്തൊരു കല്യാണമായിരുന്നു. അതായത് പെട്ടെന്ന് മാമൻ നാട്ടിലോട്ട് വരുന്നു, പെണ്ണിനെ പോയി കാണുന്നു, പെട്ടെന്ന് എൻഗേജ്മെന്റ്, പെട്ടെന്ന് തന്നെയായിരുന്നു കല്യാണം. കസിൻസ് എല്ലാരും പാടിയായിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലി ആയിട്ട് കോഴിക്കോട് ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി പോയി. കോഴിക്കോട് ബീച്ച് ഇപ്പൊ ഇത്ര വലിയ സംഭവമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്ടുകാർക്ക് വലിയ സംഭവം ഒന്നും അല്ലായിരിക്കും. പക്ഷെ നമ്മൾ വയനാട്ടുകാർക്ക് കുറച്ച് സംഭവം ആണല്ലോ. നമ്മളെ നാട്ടിൽ ഈ പുഴയും കായലും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും, പക്ഷെ ബീച്ച് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊല്ലത്തിലൊരു വട്ടെങ്കിലും ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കാണാൻ പോക്കുണ്ട്. കോഴിക്കോട് പോയാൽ ബീച്ചിൽ പോകുന്നതും പിന്നെ റെസ്റ്റോറന്റ് കയറിയിട്ട് നല്ല ബിരിയാണി കഴിക്കുന്നതും പിന്നെ പെച്ചിനെ കാണാൻ പോക്കും അതൊക്കെ ഒരു ഹരാണ്. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പുതിയൊരു ആർട്ട് പഠിച്ചു. പെൻസിൽ ഡ്രോയിങ് അല്ലാതെ പെന്ന് വെച്ചിട്ടുള്ള സ്റ്റെൻസിൽ ആർട്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റിയിട്ടോ. അത് കാരണം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്രെയിം വർക്കുകളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം ഓർഡർ ഒക്കെ വന്നിട്ട് അങ്ങനെ സെയിലായിട്ടൊക്കെ പോകുന്നുണ്ട്. ഫ്രെയിം വർക്കും ക്രാഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു പണി ചെയ്തുകൊണ്ടിരുന്നതും. അതിന്റെ ഇടയിൽ കൂടെ ഞാനും മൂത്താപ്പിയും കൂടി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്തവണ പാണ്ടിക്കാട്ടേക്കാ, വേറെ സ്ഥലങ്ങൾ കാണാനൊന്നല്ല, നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാൻ. ഒരു കല്യാണം കൂടണം. പിന്നെ എൻ്റെ ഒരു മൂത്താപ്പാന്റെ വീട് അവിടെയാണ്. കുറെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകലില്ല. അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് അവരുടെ കൂടെ ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണം. പിന്നെ എൻ്റെ വല്ലിപ്പാന്റെ കുടുംബമൊക്കെ അങ്ങ് പെരിന്തൽമണ്ണ അമ്മിണിക്കാട്ടിലാണ്. അപ്പൊ അതുവഴി ഒന്ന് പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ഒരു ഫാമിലി മീറ്റിംഗ് ആണ് ഇത്തവണത്തെ ട്രിപ്പ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പരിചയക്കാരുടെ അടുത്ത കല്യാണമായി. ഈ കല്യാണം കൂടാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നവരിൽ കുറച്ച് ആളുകളൊക്കെ നമ്മുടെ വീട്ടിലാണ് അതിഥികളായിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കല്യാണവും വിരുന്നുകാരും ഒക്കെ ആയിട്ട് 1-2 ദിവസം അങ്ങനെ അങ്ങ് പോയി. ഈ പ്രാവശ്യം കുറെ കല്യാണങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2025 ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടേക്ക് ബിഗ് ബോസ് കാണലും ബിഗ് ബോസിലെ ഡ്രോയിങ് സീരീസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അതിൽ നമ്മൾ ഗിസേൽ തക്രാളുടെ മേക്ക് ഓവർ ചെയ്ത് കൊടുത്താണ് നൗറാക്ക്. മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയ ചേട്ടാ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇത്തവണത്തെ ബിഗ് ബോസ് ആണെങ്കിൽ കഴിഞ്ഞതിനേക്കാളും കാണാൻ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഹോട്ട്സ്റ്റാർ ഒക്കെ പുരോഗമിച്ചു പോയി. പ്രീമിയം എടുക്കാതെ നമുക്ക് മൊത്തം എപ്പിസോഡ് കാണാനും പറ്റൂല, ഡൗൺലോഡ് ചെയ്യാനും പറ്റൂല ഇപ്പൊ പണ്ടത്തെ പോലെ എപ്പിസോഡുകൾ. ആ പൊലിവൊക്കെ അടങ്ങിയപ്പോക്കിനും ഞാൻ പെട്ടിയും ബാഗും കിടക്കൊക്കെ എടുത്തിട്ട് നേരെ തറവാട്ടിലോട്ടേക്ക് വിരുന്നിന് അങ്ങോട്ട് പോയി. പെട്ടെന്ന് വായില് ഹോളിഡേ ആഘോഷിക്കാൻ പോവാന്നൊക്കെ വരും. എനിക്കിപ്പോ എന്നും ഹോളിഡേ ആണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടുത്ത കൊല്ലാകുമ്പോഴേക്കും ചിലപ്പോൾ എന്നെ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു വിടും. കഴിഞ്ഞ കൊല്ലം വരെ പഠിത്തം നടന്നു. എനിക്ക് ഈ കൊല്ലായിരിക്കും ചിലപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാനുള്ള യോഗം ഉണ്ടാവുക. അത് മാക്സിമം മുതലാക്കാന്നുള്ളതായിരുന്നു എന്റെ മൈൻഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ വളരെയധികം കുറവായിരുന്നു. എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് പോയിക്കൊണ്ടേയിരിക്കണം. തറവാട്ട് പോയി കുറച്ച് ദിവസം അവിടെ അടിപൊളിയായിട്ടൊക്കെ നിന്നു. വല്ലിപ്പാനെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന പുതിയ റിസോർട്ടുകളിലൊക്കെ പോയി അവിടെയൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി. 2 ദിവസം തികച്ച് തറവാട്ടിൽ നിന്നപ്പോൾ എനിക്ക് പിന്നെയും ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇമ്മമാനെയും വലിച്ചിട്ട് ഞങ്ങൾ നേരെ കുഞ്ഞാമാന്റെ വീട്ടിൽ പോയി. നമ്മളെ കഴിഞ്ഞ
ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മേപ്പാടി ഉണ്ടല്ലോ ചൂരൽമല, ആ ഭാഗത്തോട്ട് അവിടെ എത്തി. വൈകുന്നേരം ആയപ്പോ അപ്പാപ്പാനെയും കൂട്ടി അവിടെയൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങി കണ്ടു. നമ്മളെ വയനാടിന്റെ പുതിയ പുരോഗമനമായിട്ടുള്ള തുരങ്കപാതയൊക്കെ പോയി ഫുൾ കണ്ടിട്ട് പോന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം തികഞ്ഞിട്ടില്ല. നൗറാന്റെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് പോവാനുള്ള തയ്യാറെടുപ്പ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, അതൊരു പ്രശ്നമാക്കണ്ട, ഞാൻ വരാന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ഞാൻ അവരെ കൂടെ നേരെ ഗൂഡല്ലൂരിലോട്ടേക്ക് വിട്ടു. നൗറാന്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. കുട്ടികൾക്ക് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള പരിചയക്കുറവേ ഉള്ളൂ. ഓൽക്ക് ഇന്ന പരിചയക്കുറവ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പരിപാടികളും മേക്കപ്പ് ഇട്ട് കൊടുക്കലും പാട്ടും ബഹളവും മേളവും ഒക്കെ ആയിട്ട് അടിപൊളി യാത്രയായിരുന്നു. അത് മുൻപൊക്കെ ഈ ഛർദില് കാരണം എനിക്ക് യാത്ര അങ്ങനെ ആസ്വദിക്കാൻ പറ്റാറില്ല. ഇപ്പൊ യാത്ര ചെയ്ത് ചെയ്ത് ആ പ്രശ്നം മാറി. ഇപ്പോഴാണ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പോഴേക്കും 3 വർഷത്തെ ദുബായ് വാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മാമനിങ്ങെത്തി. ദുബായ് വാസം കഴിഞ്ഞിട്ടില്ല, ഇടയിലൊരു ബ്രേക്ക് കിട്ടിയപ്പോ വന്നതാണ്. പിന്നെ മാമൻ വരുന്ന കാത്തിരിപ്പായി, കൊണ്ടുവന്ന മിഠായികൾക്ക് അടിപിടിയായി, പിന്നെ ബിരിയാണി ഉണ്ടാക്കലും കുടുംബക്കാരായിട്ട് ഒന്നിച്ചു കൂടലൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ ബഹളായിരുന്നു കുറച്ചു ദിവസം. 2025 മറ്റൊരു സന്തോഷമായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലില് 25K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് കേട്ടോ. 2024 പോലെ നമ്മൾ ഒരുപാട് സ്കിറ്റുകളൊന്നും കളിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്കിറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മുടെ ഈ SIR വോട്ടിന്റെ ഒക്കെ പ്രോബ്ലംസ് വന്ന് പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഞാൻ വീട്ടിലിരുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ഇതേപോലെ പറന്ന് നടക്കലായിരുന്നു പരിപാടി.